242 അല്ലല്ല 241 ഒരാള് മാത്രം രക്ഷപ്പെട്ടു. എങ്ങനെ? എന്റെ പൊന്നു കൈസ്, ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് മാത്രം യാത്ര ചെയ്യുക. എനിക്ക് ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുമാതിരിയായി. അതിനകത്ത് ഒരാള് ഞങ്ങളുടെ നാട്ടുകാരായിരുന്നു, പുല്ലാട് രഞ്ജിത എന്ന് പറഞ്ഞ പുള്ളിക്കാരി. ഞാൻ പറയാം, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് മുമ്പ് എയർ ഹോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരും, എമർജൻസി എക്സിറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത്. മിക്കപ്പോഴും ആ സമയത്ത് നമ്മൾ ഫോണിൽ കളിക്കുക അല്ലെങ്കിൽ എവിടെയൊക്കെ വായി നോക്കി ഇരിക്കാറാണ് ചെയ്യാറ്. അങ്ങനെയല്ല, ഉറപ്പായിട്ടും ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റേഴ്സ് തരുന്ന നിർദ്ദേശം നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരിക്കണം, എങ്ങനെയാണ് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യേണ്ടത് എന്നത്. ഇന്ന് 241 പേര് മരിച്ചിട്ടും ഒരാൾ രക്ഷപ്പെട്ടത് ഈ എമർജൻസി എക്സിറ്റിൽ കൂടെ ചാടിയോണ്ട് മാത്രമാണ്. ഒന്ന് ആലോചിച്ച്, ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ആലോചിച്ചു ആൾക്കാർ. സോ എന്ത് വേണമെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെട്ടെന്ന് നടക്കാം. എപ്പോഴും നമ്മളൊരു ആ സമയത്തൊന്നും ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം എമർജൻസി എക്സിറ്റ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് തുറക്കേണ്ടത് എന്ന്. ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ ചാൻസ് ഉള്ളവർക്കെല്ലാം ഇത് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞെന്ന്, എനിക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ചൊന്നും വീഡിയോ എനിക്ക് വയ്യ.